ഹായ് ഫ്രണ്ട്സ്, ടെക്സ് ഇറുമ്പയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു പ്രിൻ്ററിൻ്റെ ടൈമിംഗ് ബെൽറ്റ് എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എപ്സൺ L 380 മോഡൽ നമ്പറിലുള്ള ഒരു പ്രിൻ്ററാണ്. ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് സ്കാനർ വരുന്നുണ്ട്. അതുപോലെ ഫോട്ടോസ്റ്റാറ്റ് കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റും എടുക്കാൻ സാധിക്കും. പ്രിൻറ്റ് ചെയ്യാനും കളർ പ്രിൻറ്റിങ്ങും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ്ങും ഇതിൽ സാധിക്കുന്നതാണ്. ഇതിന് ഏകദേശം ഒരു 12,000 രൂപയ്ക്കുള്ളിലാണ് ഇതിന് വില വരുന്നത്. നമുക്ക് വീടുകളിലേക്കും ഓഫീസുകളിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രിൻ്റർ തന്നെയാണിത്. ഞാനിപ്പോൾ ഈ ഒരു സ്കാനർ ഊരി മാറ്റുകയാണ്. അതിൻ്റെ വയർ സ്ട്രിപ്പ് ഊരി മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ വലതു ഭാഗത്തുള്ള ഈ ഒരു ഇങ്ക് ടാങ്ക് നിങ്ങൾക്ക് കാണാം. ഇങ്ക് ടാങ്ക് ഊരി മാറ്റണം. ഊരി മാറ്റുകയല്ല, ഇങ്ക് ടാങ്കിൻ്റെ സൈഡിലുള്ള ഈ കവർ ഊരി മാറ്റണം. എങ്കിലേ നമ്മുടെ ഹെഡ് ഊരിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഹെഡിലാണ് നമ്മുടെ ബെൽറ്റ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു കവർ ഊരി മാറ്റാൻ തുടങ്ങുകയാണ്. അത് ഊരി മാറ്റുമ്പോൾ ആകെ ഒരു സ്ക്രൂ മാത്രമേ ഉള്ളൂ. ബാക്കി ഈ മുൻഭാഗത്തും സൈഡിലുമൊക്കെ ലോക്കുകളാണ് ഈ ഒരു കവറിനുള്ളത്. ഒറ്റ സ്ക്രൂ ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇങ്ക് ടാങ്കിൻ്റെ ട്യൂബുകളൊന്നും പൊട്ടിപ്പോകാതെ വളരെ ശ്രദ്ധിച്ച് കവർ ഊരിയെടുക്കാം. ഇതാണ് നമ്മുടെ ബെൽറ്റ്. ഈ ഒരു ബെൽറ്റാണ് പൊട്ടിപ്പോയിട്ടുള്ളത്. ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഇത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഹെഡ് ഊരിയെടുക്കേണ്ടതുണ്ട്. ഹെഡ് ആ ഒരു ട്രേയിൽ തന്നെ കിടക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഈ ഒരു മോട്ടറാണ് ഊരി മാറ്റുന്നത്. ഇതാണ് ഈ ഒരു പ്രിൻ്ററിൻ്റെ മെയിൻ മോട്ടർ എന്ന് പറയുന്നത്. ഈ ഒരു മോട്ടറാണ് നമ്മുടെ ഹെഡ് ചലിപ്പിക്കുന്നത്. ഹെഡിന് ആ ബെൽറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തേക്കും വലത്തേക്കും ചലിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോട്ടറാണിത്. ഈ ഒരു മോട്ടർ ഊരി മാറ്റുന്നു. അതിനുശേഷം ഈ ഒരു ട്രേയുടെ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഒരു സ്ക്രൂ കൂടി ഊരുന്നുണ്ട്. ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു പ്രിൻ്റർ അഴിച്ചു മാറ്റുന്നില്ല. ഈ ട്രേയുടെ ഒരു സൈഡ് മാത്രം പിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹെഡിനെ ഊരിയെടുക്കാൻ സാധിക്കും. ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് ഇത് ഊരാതെ തന്നെ എടുക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഹെഡിൻ്റെ വയർ സ്ട്രിപ്പുകളും ഊരി മാറ്റിയിരിക്കുന്നു. ഇനി ഇതാ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് പതുക്കെ ഒന്ന് വെളിയിലേക്ക് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഹെഡ് ഈ ട്രേയിൽ നിന്നും ഊരിയെടുക്കാൻ സാധിക്കും. ഇത് ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് ഇവിടെ കാണാം നമ്മുടെ ബെൽറ്റ് ഇതിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിത് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിതിൻ്റെ ഇങ്ക് ടാങ്കിൽ നിന്ന് വരുന്ന ട്യൂബുകളൊന്നും തന്നെ പൊട്ടിപ്പോകാതെ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. ഇതായിരുന്നു നമ്മുടെ ബെൽറ്റ്. ഈ ഒരു ബെൽറ്റാണ് പൊട്ടിപ്പോയിട്ടുള്ളത്. ഇത് ഞാൻ ഓൺലൈനായി പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ബെൽറ്റാണ്. ഇതിന് ഏകദേശം 300 രൂപയ്ക്കടുത്ത് വില വരുന്നുണ്ട്. നമ്മൾ എപ്സൻ്റെ സർവീസ് സെൻറ്ററുകളിലോ അല്ലെങ്കിൽ ഷോപ്പുകളിലോ നേരിട്ട് ചെന്നാൽ നമുക്ക് ഈ ഒരു ബെൽറ്റ് 60 രൂപയ്ക്കൊരു പീസ് ലഭിക്കുന്നതാണ്. ഇത് ഞാനിപ്പോൾ ഓൺലൈൻ എടുത്തതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ വീടിന് അടുത്ത് എപ്സൺ ഷോപ്പുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബെൽറ്റ് ഓൺലൈൻ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുതന്നെയല്ല, നമ്മൾ ടൗണുകളിലാണ് നമ്മളുടെ വീട് ഉള്ളത് എങ്കിൽ നമുക്ക് പ്രിൻ്റർ നേരിട്ട് നമ്മുടെ എപ്സൻ്റെ സർവീസ് സെൻറ്ററിൽ തന്നെ കൊണ്ടുപോയി ഇത് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് കോട്ടയത്തേക്കോ അല്ലെങ്കിൽ എറണാകുളത്തേക്കോ പോകണം എപ്സൻ്റെ സർവീസ് സെൻറ്ററിലേക്ക്. എങ്ങോട്ട് പോയാലും എനിക്ക് 35-40 കിലോമീറ്ററോളം എനിക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ബെൽറ്റ് ഓൺലൈനായിട്ട് എടുത്ത് സ്വന്തമായിട്ട് മാറുന്നത്. ഇപ്പോൾ സ്വന്തമായിട്ട് മാറണം എന്ന് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. സ്വന്തമായിട്ട് മാറാൻ അറിയാമെങ്കിൽ മാത്രം മാറുക, ഇല്ലയെന്നുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൽ തന്നെ കൊടുത്ത് ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ഞാൻ ഈ ഒരു സൈഡ് കവർ, അടുത്ത സൈഡിലെ കവറും കൂടി ഊരി മാറ്റുന്നുണ്ട്. കാരണം ഇവിടെ ഒരു വീല് നിങ്ങൾക്ക് കാണാം. ഈ ഒരു വീലിലാണ് നമ്മുടെ ബെൽറ്റ് കറങ്ങുന്നത്. ഈ ഒരു വീല് നമ്മുടെ വീൽ ഊരി താഴ്ത്ത് കിടക്കുകയാണ്. അത് നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം. ഈ വീൽ പിടിപ്പിച്ചതിന് ശേഷം ആ വീലിലൂടെ വേണം നമുക്ക് ഈ ഒരു ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടി. ഞാൻ അതിന് ഈ വീല് ഊരിയെടുക്കുകയാണ്. ഈ വീലിന് ഒരു സ്പ്രിങ് ഉണ്ട്, ഒരു അസംബ്ലി ഉണ്ട്. ഈ സ്പ്രിങ്ങിലാണ് ഇതിൻ്റെ ടെൻഷൻ. ഇത് നമ്മളുടെ പ്രിൻ്റർ മോട്ടർ വർക്ക് ചെയ്യുമ്പോഴുള്ള ആ ഒരു ലോഡ് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ ഒരു സ്പ്രിങ് ആക്ഷൻ ചെയ്യുന്നതുകൊണ്ട് ബെൽറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോകില്ല. അതിനുവേണ്ടിയാണ് നമുക്ക് ഇതിലൊരു സ്പ്രിങ് ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വീല് ഊരിയതിന് ശേഷം കറക്റ്റായിട്ട് അത് നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, കൃത്യമായിട്ട് വെക്കുക. അത് ഊരിപ്പോവും. അത് ആ ബെൽറ്റ് ഇട്ടാൽ മാത്രമേ അതവിടെ ബലമായിട്ട് ഇരിക്കുകയുള്ളൂ. ഇനി നമുക്കിത് തിരിച്ച് അതുപോലെ തന്നെ പിടിപ്പിക്കാം. ഇത് പിടിപ്പിക്കാനായിട്ട് സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വെറുതെ അങ്ങ് വെക്കുക. ഹോളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കൊടുക്കുമ്പോൾ ആ ഒരു ലോക്കിലേക്ക് ഇത് വീണുകൊള്ളും. ഇങ്ങനെ ലോക്കിലേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പ്രിങ് ഇട്ട് കൊടുക്കാം. സ്പ്രിങ് ഇടുന്ന സമയത്ത് ആ വീല് ഊരിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട്
നമുക്ക് ഈ ഒരു സ്പ്രിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് സ്ക്രൂ ഡ്രൈവർ ഇല്ലാതെ കൈകൊണ്ട് തന്നെ ഈ സ്പ്രിങ് ഇതിലേക്ക് ഇടുകയാണ്. ഈ ഒരു സ്പ്രിങ് ആണ് നമ്മുടെ ബെൽറ്റിൻ്റെ ഒരു സുരക്ഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബെൽറ്റ് വേഗം വേഗം പൊട്ടിപ്പോകുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ബെൽറ്റ് ഈ ഒരു ഹെഡിലേക്ക് ഇത് ലോക്ക് ചെയ്ത് വെക്കാം. നിങ്ങൾക്കിവിടെ കാണാം ഈ കറക്റ്റ് ഇങ്ങനെ ഒരു വെട്ടിലൂടെ കയറിയാണ് ഇത് ലോക്ക് ആവുന്നത്. ഇങ്ങനെ വളഞ്ഞു വരുന്നത് കൊണ്ടാണ് ആ ബെൽറ്റ് അവിടെ തന്നെ ഇരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ബെൽറ്റ് അതിൽ നിന്ന് ഊരിപ്പോവും. ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബെൽറ്റ് പിന്നെ ഊരിപ്പോകാതെ തന്നെ നമുക്ക് നമ്മുടെ ട്രേയിലേക്ക് പിടിപ്പിക്കണം. അതിനുവേണ്ടി ഇതുപോലെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ബെൽറ്റ് എടുത്ത് വയ്ക്കുക, രണ്ട് സൈഡിലേക്കുമായിട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഊരിയെടുത്തതുപോലെ തന്നെ തിരിച്ച് നമ്മുടെ ഹെഡ് പിടിപ്പിക്കാം. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. നമ്മുടെ ഇങ്ക് ടാങ്കിൽ നിന്ന് വരുന്ന ട്യൂബുകളൊന്നും തന്നെ പൊട്ടിപ്പോകരുത്. ഫയർ സ്ട്രിപ്പുകളൊന്നും ഒടിയാതെ തന്നെ ചെയ്യണം. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു ട്രേയിലേക്ക് ഇത് ഹെഡ് പിടിപ്പിക്കുമ്പോൾ ഈ ട്രേയിലേക്ക് അധികം ബലം കൊടുക്കരുത്. ഈ ട്രേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മോട്ടറുകളും അതിൻ്റെ വീലുകളൊക്കെ ട്രേയിലുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അത് എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുക. നമ്മുടെ ഹെഡിൻ്റെ പിന്നിലായി ചെറിയൊരു ഹോള് കാണാം. ആ ഒരു ഹോളിലൂടെ ഈ ഒരു സ്ട്രിപ്പ് കടത്തിയെടുക്കുക. അതിനുശേഷം ഈ വലത്തെ അറ്റത്ത് ഇത് ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയും. ഈ ഒരു സ്ട്രിപ്പും ഒരു സ്പ്രിങ്ങുമായി ബന്ധിപ്പിച്ചാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് വലിച്ചാൽ വലിയുന്നതാണ്. വലിഞ്ഞ് ഈ ഒരു ലോക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കുന്നതുമാണ്. ഇനി നമുക്ക് നമ്മുടെ ബെൽറ്റ് നമ്മുടെ വീലിലൂടെ നമ്മൾ ആദ്യം പിടിപ്പിച്ച ആ ഒരു വീലിലൂടെ കടത്തിയെടുക്കാം. നമ്മൾ വീലിലൂടെ കടത്തിയിടുമ്പോൾ ആ ബെൽറ്റ് അവിടെ നിന്ന് ചാടി പോകരുത്, ഊരി പോകാതെ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതുപോലെ ടൈറ്റാക്കി പിടിക്കുക. ബെൽറ്റ് ഇതുപോലെ ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം നമുക്ക് ഈ അറ്റത്ത് മോട്ടർ വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം ഊരിയെടുത്തിട്ടുള്ള ആ മെയിൻ മോട്ടർ. ഈ ഒരു മോട്ടർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ആ മോട്ടറിൻ്റെ അറ്റത്തുള്ള ആ ഒരു പുള്ളിയിൽ ഗ്രിപ്പുകൾ, അതായത് ടീത്തുകളുണ്ട്. ആ ടീത്ത് നമ്മുടെ ബെൽറ്റിലുള്ള അതേ ടീത്ത് പോലെ തന്നെ ആ ഒരു മോട്ടറിലും ഉണ്ട്. കാരണം നമ്മുടെ പ്രിൻറ്റിങ് നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ പ്രിൻറ്റിങ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ടീത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വെറുതെ മോട്ടറാണെങ്കിൽ ബെൽറ്റ് സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട്. അതിനാണ് ഇങ്ങനെ കറക്റ്റായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് സ്മൂത്തായിട്ട് റൺ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ വയർ സ്ട്രിപ്പുകൾ പിടിപ്പിച്ചു കൊടുക്കാം. ഇതാണ് നമ്മൾ നമ്മുടെ മദർ ബോർഡിലേക്ക് കൊടുക്കുന്നത്. പ്രിൻ്ററിൻ്റെ മദർ ബോർഡിലേക്കുള്ള സ്ട്രിപ്പുകളാണിത്. ഈ സ്ട്രിപ്പുകളിലൂടെ വരുന്ന സിഗ്നലിനനുസരിച്ചാണ് നമ്മുടെ പേപ്പറിലേക്ക് പ്രിൻ്റ് ചെയ്യുന്നത്. നമുക്കത് കൃത്യമായിട്ട് തന്നെ ഇവിടെ കൊടുക്കാം. ഊരിയെടുത്തതുപോലെ തന്നെ. വേറെ ആകെ 2 സ്ട്രിപ്പുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ടത് കുത്തി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഇങ്ക് ടാങ്കിൽ നിന്ന് വരുന്ന ട്യൂബുകളെല്ലാം തന്നെ പിടിപ്പിച്ചു കൊടുക്കാം. ഇത് ഊരുന്നത് ഞാൻ വിട്ടുപോയതാണ്, വീഡിയോയിൽ വിട്ടുപോയതാണ്. ഇത് ഊരിയെടുത്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിരുന്നില്ല, ഞാൻ വിട്ടുപോയതാണ്. ഇത് പിടിപ്പിക്കുമ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇതിൽ ആകെ 2 സ്ക്രൂകൾ മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ ഈ അറ്റത്തും വലത്തെ അറ്റത്തും ഇടത്തെ അറ്റത്തുമായി 2 സ്ക്രൂകൾ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അടിയിലൂടെയാണ് നമ്മുടെ പ്രിൻ്റായ പേപ്പർ വെളിയിലേക്ക് വരുന്നത്. ഈ കാണുന്ന ഈ ട്യൂബ് പിടിപ്പിച്ചിരിക്കുന്നതിൻ്റെ അടിയിലൂടെയാണ് വരുന്നത്. നമുക്കിത് കൃത്യമായിട്ട് തന്നെ മുറുക്കി കൊടുക്കാം. ഇനി ഇത് മുറുക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ കവറുകളെല്ലാം തന്നെ നമ്മൾ ഊരിയെടുത്തിട്ടുള്ള കവറുകളെല്ലാം തന്നെ പിടിപ്പിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ ഈ ഒരു ഹെഡിൻ്റെ കവർ ഇതും ഊരിയപ്പോൾ വിട്ടുപോയതാണ്, വീഡിയോയിൽ വിട്ടുപോയതാണ്. ഈ കവറും കൂടി പിടിപ്പിച്ചു. ഇനി നമുക്ക് ഇടതുവശത്തുള്ള കവർ ഞാൻ ആദ്യം പിടിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇതിനാകെ 2 സ്ക്രൂ, ഒരു സ്ക്രൂ ആണ് ഒരു കവറിനുള്ളത്. ഒരു സൈഡിൽ ഒരു സ്ക്രൂ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ ഒരു സ്ക്രൂ ഇട്ട് കൊടുക്കുക. ബാക്കിയെല്ലാം ലോക്കുകളാണ്. ഇനി ഞാൻ ഇതിൻ്റെ സ്കാനറിൻ്റെ സ്ട്രിപ്പാണ് ഇടുന്നത്. ഈ ഒരു സ്ട്രിപ്പ് നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം. ഇതിൻ്റെ ഉള്ളിലൂടെ കയറിയാണ് വരുന്നത്, അതിന് ഡാമേജ് ആവാതിരിക്കുന്നത്. ഇനി വലതുവശത്തുള്ള കവറും ഇട്ട് കൊടുക്കാം. കവർ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഇങ്ക് ടാങ്കിൻ്റെ ഹോസുകളെല്ലാം ട്യൂബുകളെല്ലാം തന്നെ കൃത്യമായിട്ട് വെച്ച് ആ ഒരു ഹോൾ അടച്ചു കൊടുക്കാം. ഇനി നമ്മുടെ സ്കാനർ പിടിപ്പിച്ച് സ്കാനറിൻ്റെ ഒരു സ്ക്രൂ ഉള്ളൂ സ്കാനറിനും. ബാക്കി ഈ ഇടതുവശത്തായിട്ട് അതിൻ്റെ ലോക്കാണ് കിടക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കവറെല്ലാം പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് പവർ സപ്ലൈ ഞാൻ കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പ്രിൻ്റ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പവർ ബട്ടൺ ഓൺ ചെയ്തിരിക്കുകയാണ്. ഈ പവർ ബട്ടണിലുള്ള LED ബ്ലിങ്ക് ചെയ്ത് നിന്നതിന് ശേഷം മാത്രമേ നമ്മളിത് പ്രിൻറ്റിങ് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴാണ് നമ്മുടെ ഇങ്ക് എല്ലാം ഫുള്ളായിട്ട് ഫില്ലായി കഴിയുന്നത്. ഇനി നമുക്ക് ഇത് പ്രിൻറ്റ് ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളൊരു പ്രിൻ്റർ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് ക്ലീൻ ചെയ്യണം. ഹെഡ് ക്ലീൻ ചെയ്തതിന് ശേഷമേ നമ്മൾ പ്രിൻ്റ് എടുക്കാൻ തുടങ്ങാവുള്ളൂ. ഞാനിപ്പോൾ അത് ഹെഡ് ക്ലീൻ ചെയ്യുന്നില്ല. ഞാൻ ഒരു സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ക്ലീൻ ചെയ്യാം എന്ന് കരുതിയാണ് ഇപ്പോൾ ചെയ്യാത്തത്.
അല്ലെങ്കിൽ നമുക്കിത് ചെയ്യണമെങ്കിൽ പവർ ബട്ടണും ഈ വലതുഭാഗത്തുള്ള ഈ റെഡ് ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്കിത് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം ഒരു കളർ പ്രിൻ്റാണ് എടുക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പ്രിൻറ്റിംഗ് പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ പേപ്പറിലേക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു പ്രിൻ്റർ നമ്മൾ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതിൽ ക്വാളിറ്റി നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മാത്രമേ, ഫോട്ടോസ്റ്റാറ്റിൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മാത്രമേ ലഭിക്കുകയുള്ളൂ. നമുക്ക് ഹൈ ക്വാളിറ്റി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈ എന്ന് കൊടുത്താൽ മാത്രമേ ഹൈ ക്വാളിറ്റി ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളൊരു കളർ പ്രിൻ്റാണ് എടുത്തിരിക്കുന്നത്. വലിയ തരക്കേടില്ലാത്ത രീതിയിലുള്ള ക്വാളിറ്റിയൊക്കെ ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടി എടുത്തു നോക്കാം. ഈ ഒരു പ്രിൻ്റർ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, പ്രിൻ്റർ നമ്മൾ എപ്പോൾ സർവീസ് ചെയ്താലും നമ്മൾ ഹെഡ് ക്ലീൻ ചെയ്തിരിക്കണം. ഹെഡ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി നോസിൽ ചെക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണ് ഹെഡ് ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിന് ശേഷം ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി കൂടി എടുത്തിട്ടുണ്ട്. രണ്ട് കോപ്പിയും വലിയ പ്രശ്നമൊന്നും ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒരു കളറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും സപ്പോർട്ട് ചെയ്യുക.